അത് മടക്കി വെക്കുമ്പോൾ തോർത്തുകളൊക്കെ വേറെ, മറ്റേ ഡ്രസ്സുകളൊക്കെ വേറെ, അങ്ങനെ ആക്കി വെക്കുമോ അതോ എല്ലാം കൂടെ ഒന്നിച്ച് വെക്കുമോ? അപ്പോൾ എടുക്കാൻ സൗകര്യമാണല്ലോ. എടുക്കാൻ സൗകര്യം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് മാറ്റി മാറ്റി വയ്ക്കുക. എടുത്ത് വയ്ക്കുക. ഇനി അതാത് സ്ഥാനത്ത് എടുത്ത് വയ്ക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ പണി എളുപ്പമായി. ഒന്നുകൂടെ നീറ്റാക്കി വെച്ചിട്ട് ഒക്കെ യഥാസ്ഥാനത്ത് കൊണ്ടുവയ്ക്കും. വെച്ച് അപ്പം ചിരിച്ച് പണിയെടുക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലേ പണിയിൽ. മുഖം വീർപ്പിച്ച് പണിയെടുക്കരുത്. ചിരിച്ചുകൊണ്ട് പണിയെടുക്കുക. അവിടെ ചെയ്യുമ്പോൾ ചെയ്യുന്ന പണി സന്തോഷം. അത്ര പോയി ഒക്കെ അതാത് സ്ഥാനത്ത് കൊണ്ടുവയ്ക്കും. അപ്പോൾ ഇല്ലേ, വേണ്ടത് വേണ്ട സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. ഒന്നും കൂട്ടി കലത്തി വെക്കില്ല. ഒക്കെ നീറ്റായിട്ട് വെക്കും അതാത് സ്ഥാനത്ത് വെക്കും. അടച്ച് ഇട്ടാക്കി. ലൈറ്റ് ആരും ഓഫാക്കും? സർക്കാർ പറയും ലൈറ്റ് ഓഫാക്കും ചേച്ചി. അതാത് സ്ഥലത്ത് അതാത് പണി ചെയ്യണമല്ലോ. തുണികൾ അയൺ ചെയ്യണ തുണികളൊക്കെ അത് വേറെ വേറെ വയ്ക്കും. ഏതൊരു പണിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു അന്തസ്സുണ്ടല്ലോ അല്ലേ. അതാ ആ വെള്ളം തിളച്ചു എന്നാ തോന്നണം. വെള്ളം അപ്പം അതിൻ്റെ ഇടയിൽ കാക്കയുടെ ഭക്ഷണം മറക്കില്ല. കാക്കയ്ക്ക് കൊടുക്കണം. കാക്കയ്ക്ക് എന്താ ഭക്ഷണം? ഒരു ഇഡ്ഡലി മുഴുവനും കൊടുക്കുമോ അതോ? അപ്പം 2 കാക്കയ്ക്ക് കിട്ടും. അത് നല്ല ഐഡിയ. എന്നാൽ കാക്കയ്ക്ക് ഇഡ്ഡലി കൊണ്ട് കൊടുത്തോളൂ. എന്നാലും അവർ എപ്പോഴെങ്കിലും വരുമല്ലോ. അതന്നെ, ആരെങ്കിലും വന്ന് കഴിച്ചോട്ടെ. ഇതൊരു നല്ല കാര്യമല്ലേ. ഇന്നെന്താ ആരും കാണാനില്ല? എത്ര ആൾക്കാരാണ്. അണ്ണാനെ കൊണ്ട് കൊടുത്തു. ആരെങ്കിലുമൊക്കെ വന്ന് കഴിക്കട്ടെ. പണി നടക്കുന്നത് അറിയില്ല. സംസാരിച്ച് പണി നടക്കും. അതാണ് അതിൻ്റെ സുഖം. എൻ്റെ ഇടയിൽ കൂടെ പാട്ടൊക്കെ പാടാം കേട്ടോ.